ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണാത്തൊരു സാധനമാണ് ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ വലിയ മത്തീനെ കുറേ ആയിട്ട് കുഞ്ഞമത്തി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ കുഞ്ഞമത്തീനെ കിട്ടാൻ വിചാരിച്ച് കുഞ്ഞമത്തി കിട്ടിയോ വെറും കുഞ്ഞമത്തി തന്നെ. പിന്നെ നമ്മുടെ ഈ വലിയ മത്തീനെ കാണാനില്ല. അങ്ങനെ ആഗ്രഹിച്ച് ദേ വീണ്ടും ഇവൻ വന്നു. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ ആദ്യം നോക്കുക നമ്മുടെ അതിൽ എണറുണ്ടോയെന്നാണ് കേട്ടോ. എണർ എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് പറയുക. അപ്പോൾ അതിനെ ഞാനൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നല്ലൊരു മാങ്ങ എടുത്ത് ആ മാങ്ങേനെ അങ്ങോട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് നല്ലൊരു ഇളക്കും കൂടെ കൊടുത്തിട്ട് കറിയാക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കൽ ഇവിടെ ഇല്ല കേട്ടോ. പൊരി വളരെ കുറവാണ്, അതത്ര നല്ലതുമല്ല, അതുകൊണ്ട് പൊരിയും കുറവാണ്. അങ്ങനെ ഒരു തക്കാളിയൊക്കെ മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും വിതറി ഞാൻ അടുപ്പത്തേക്ക് കയറ്റി. അപ്പോൾ ഇത് ദോശയ്ക്കും ചോറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇത് വെക്കുന്നത്, മീൻ വെക്കുന്നത്. അപ്പോൾ ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച എണ്ണറും അതിൽ കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ട് ഞാനിതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കും. ഇത് ഞാൻ പണ്ട് കാലം തൊട്ടേ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന കാലം തൊട്ടേ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ്. അത് അന്ന് ഇന്നും ഒരേപോലെ ഇഷ്ടമാണ്. അത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താണ് വേവിക്കുക. നമ്മുടെ മീൻ കറി ഇതാ നല്ല പതാന്ന് വന്നിട്ടുണ്ടേ. അപ്പോൾ ദോശ ഞാൻ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മീനും കൂട്ടി ദോശ കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻകറി ഞാൻ പുട്ടിനും ദോശയ്ക്കും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂട്ടും കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ് മീൻകറി. മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. പിന്നെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മീനിൻ്റെ അകത്തേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. തേങ്ങ അരച്ചപ്പോൾ ഞാനതിലൊരു ചെറിയ വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഇച്ചിരി വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണ്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ഇട്ടാണ് തേങ്ങ അരച്ചത്. പിന്നെ നമ്മുടെ എണറും തേങ്ങ എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കഴിക്കും കേട്ടോ അത്. പിന്നെ ഇത് നമ്മൾ തേങ്ങ അരച്ച് വെച്ച മീൻ കറിയിലേക്കുള്ള ഒരു വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു നമ്മുടെ ഈ ചെറിയ ഉള്ളി അവിടെ റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പം കടുകിട്ടു, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടു, അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലൊരു വറവും. അത് കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്ന് ദോശയും മീൻ കറിയും കൂട്ടി നല്ല ഒന്നാന്തരം രാവിലത്തെ ചായ കൂടിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്.